തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കേരള റീറ്റെയിൽ ഫുട്വെയർ അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റ് സ്ഥാപക ദിനം ആചരിച്ചു. ടൗണിൽ നടന്ന പരിപാടി അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി MP നാസി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. പാദരക്ഷാ മേഖലയിലെ വ്യാപാരികളെയും ചെറുകിട വ്യാപാരികളെയും സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. KRFA ജില്ലാ ജനറൽ സെക്രട്ടറി MP നാസി പതാക ഉയർത്തി. അടച്ചുപൂട്ടൽ വക്കിലാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇവിടെയുള്ള കുത്തകളുടെ കടന്നുകയറ്റം, വൻകിട മാളുകളുടെ കടന്നുകയറ്റവും വലിയ മാളുകൾ സംസ്കാരവും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചെറുകിട വ്യാപാരികൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ വ്യാപാരം, ആമസോൺ പോലുള്ള നിരവധി കമ്പനികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ വ്യാപാരം അതിശക്തമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം ഇവിടെ ചെറുകിട വ്യാപാരികൾ പ്രയാസത്തിലാണ്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരുകളും ഈ സമൂഹവും പൊതുസമൂഹവും രംഗത്ത് വരേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്കറിയാം, വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ചൂരൽമല, മുണ്ടയ്ക്ക് പ്രദേശത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലടക്കം അവിടെയൊക്കെ സഹായങ്ങളുമായി ആദ്യമായി ഓടിയെത്തിയത് ഇവിടുത്തെ ചെറുകിട വ്യാപാരികളാണ്. ഈ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ പൊതുസമൂഹത്തിനിടയിലും സർക്കാരുകൾക്കിടയിലും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് KRFA എന്ന പ്രസ്ഥാനം മുന്നോട്ട് വരുമെന്നും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. യൂണിറ്റ് ഭാരവാഹികളായ സക്കീർ ചോക്ലേറ്റ്, നന്ദകുമാർ സോണ, അക്ബർ ക്യാറ്റ്വാക്ക്, അൻവർ ജാസ്മിൻ, റഷീദ് ഫാഷൻ, സമീർ ക്യാറ്റ്വാക്ക്, ആദിൽ ഫോക്കസ്, ഫവാസ് പുൽപ്പില തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.